ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വിശേഷങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഇന്ന് അത്ര അങ്ങോട്ട് വിശേഷങ്ങളില്ല കേട്ടോ. അപ്പം നമുക്കിന്ന് നോമ്പാണ്. അപ്പം ഞാൻ വിചാരിച്ച് മോന് വരുമ്പോഴത്തേനല്ലേ, അപ്പോൾ അത് ഒന്നായിട്ട് അങ്ങോട്ട് വൈകുന്നേരം തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നോമ്പായാലും നമ്മൾ സാധാ ചോറോ മീൻ കറിയോ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പൂള മീൻ മുളകിട്ടത് ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളെ നോമ്പ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ട് പോകും. ആദ്യം ഒന്നരാടം വീഡിയോസ് ഇടലുണ്ട്. ഇനി ഇപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കണ്ട് നമ്മളെ കൊലൈമലൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പം എല്ലാം നല്ല നിശബ്ദമായൊരു സമയമാണല്ലോ അല്ലേ. എല്ലാവരും നീച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പം എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ പത്തിരി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ പത്തിരി മുട്ടക്കറിയൊക്കെ ആയാലും എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ മുട്ടക്കറി ഒന്ന് പാളിപ്പോയിട്ടോ. ഇടയ്ക്ക് പാളുന്നത് തന്നെയാണ്. ഒന്ന് തിളച്ച് പോയാൽ നമ്മളെ മുട്ടക്കറി ഒരു വെള്ളം പോലെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ ചുട്ട് വേഗം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കേട്ടോ പത്തിരിയൊക്കെ ചുടുന്നത്. അപ്പോൾ ഒരു 3-4 പത്തിരി ആയ ശേഷം വേഗം ആ മുട്ടക്കറി ചട്ടിയോടൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് ഒരു 4-5 പത്തിരി ഒരു പ്ലേറ്റിലാക്കിക്കാണ്ട് എൻ്റെ മോൻക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടോ. മോൻക്ക് രാവിലെ 7 മണിയാകുമ്പോഴത്തേന് ഇവിടുന്ന് പോകണം. 7:30 ട്യൂഷൻ ക്ലാസ്. അപ്പോൾ മുട്ടക്കറിയൊക്കെ നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ നിരത്തി പരത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇതാണ് കേട്ടോ. അപ്പോൾ പത്തിരികയൊക്കെ ചുട്ട് കഴിഞ്ഞ ശേഷം അടുക്കളൊക്കെ ഒന്ന് നീറ്റാക്കി കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അതൊക്കെ കഴുകി പിന്നെ നമുക്ക് കുറച്ച് മീനൊക്കെ ഉണ്ട് മുറിക്കാൻ. ചെമ്മീനാണ്. ആ ചെമ്മീനും അതിലെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ പൂളിയും ചെമ്മീൻ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. ഈ പൂളക്ക് മീൻ മുളക് കിട്ടും നല്ല രസം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചെമ്മീനും തേങ്ങ അരച്ച് വെച്ചാൽ പൂള പുഴുങ്ങിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ചോറിനും പൂളക്കും എല്ലാം ഉള്ള കറികൾ. അവൻ്റെ മോന് വരുമ്പോഴത്തേന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കണ്ട് പിന്നെ ഒരു 3 മണിക്കാണ് കേട്ടോ ഇറങ്ങാനുള്ള പുറപ്പാട്. അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 പത്തിരിയാണ് കേട്ടോ ഈ ഇതുമ്മ പോവുള്ളൂ. അത്രയും വലിയ നേർമ പത്തിരിയാണ് കേട്ടോ. ഇതിൽ നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ചെറിയ പത്തിരിയൊക്കെ ആകുമ്പോൾ 8-9 പത്തിരിയൊക്കെ ആ കല്ലുമ്മ പോവും കേട്ടോ. അപ്പോൾ ഇപ്പം നേർമ പത്തിരി ആയതുകൊണ്ടാണ് അങ്ങനെ 3 പത്തിരി അങ്ങനെ ആയത്. അങ്ങനെ പത്തിരി ആയിട്ടുണ്ട്. പിന്നെ മോന് മുട്ടക്കറിയൊക്കെ തിന്നിട്ടോ. പക്ഷെ അത്ര അങ്ങോട്ട് മൂപ്പർക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് വെള്ളം പോലെ കിടക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് വെള്ളം പോലെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്തേക്കൊക്കെ പോയി കണ്ട് ഒന്ന് ക്ലീനാക്കിയിട്ട് ഇങ്ങോട്ട് വരണം. ഒന്ന് മുറ്റടിച്ച് വരാനുണ്ട്, അകടിച്ച് വരാനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ വൈകുന്നേരമാണ് എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മളെ ചെമ്മീനും കുട്ടിയൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആണ് കേട്ടോ അതൊക്കെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ മീനിനൊക്കെ ഞാനൊന്ന് മസാല പുരട്ടാനൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ പൊരിക്കേണ്ട വിചാരിച്ച്. പൊരിച്ചാൽ ഞാൻ തന്നെ കൂട്ടാനുള്ളൂ. അപ്പോൾ പിന്നെ മസാല ഒന്നും പറ്റില്ല. പിറ്റേന്നോ ഇനി എന്തെങ്കിലും മുളകിടേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ച് കണ്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള വരക്കെ ഇട്ടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ മീൻ മുളക് ഇടുമ്പോഴും മീൻ വര ഇട്ടുകാണ്ട് മുളകിട്ടാൽ നല്ലോണം മസാലയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെമ്മീൻക്ക് തേങ്ങ അരച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ തേങ്ങ അരച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ കറണ്ട് പോയാൽ നമുക്ക് പണി കിട്ടുമല്ലോ അല്ലേ. അപ്പം നമ്മൾ ചെറിയുള്ളിയൊക്കെ നന്നാക്കുകയാണ്. മീൻ കറിക്ക് തൂമിക്കാനും ഈ തേങ്ങയിലിടാനൊക്കെ വേണ്ടിയിട്ട് ചെറിയുള്ളി നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ രാവിലെ ഞാൻ ചിരണ്ടി അവിടെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരം ആയാലും വലിയ പണിയില്ലല്ലോ അല്ലേ. അപ്പോൾ പണികളൊക്കെ ചുരുക്കാനുള്ള ഐഡിയകളൊക്കെ ഇതാണ് കേട്ടോ. നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ തേങ്ങ ചിരണ്ടി മീൻ മുറിച്ചൊക്കെ വെച്ചാൽ
അങ്ങനെ തേങ്ങ അരയ്ക്കാനുള്ള ചെറിയുള്ളിയും വലിയ ജീരകവും തേങ്ങയ്ക്ക് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് നമ്മൾ വേഗം തേങ്ങ അരിച്ചെടുക്കണം കേട്ടോ. തേങ്ങ അരിച്ച് എടുക്കാതെ കറിയൊക്കെ ഇങ്ങനെ ഗ്യാസ് മേലെ അങ്ങോട്ട് ആക്കി വെച്ച് അഥവാ കരണ്ടായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാവും കേട്ടോ. ഇനി നമ്മൾ അമ്മീമേലിട്ടിട്ട് അരിക്കേണ്ടി വരും. അപ്പം അമ്മീമേലൊക്കെ ഇട്ട് അരിക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ എപ്പോഴെങ്കിലും അരിക്കുന്ന അമ്മയൊക്കെ അല്ലേ, അപ്പം അതൊക്കെ നല്ലോണം വൃത്തിയാക്കി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴുകുന്നതാണ്. എന്നാലും നമ്മൾ ആ സോപ്പിൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ വെക്കുന്നതല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ മീൻകറി ഒന്ന് കലക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ ചട്ടിക്ക് ഞാൻ ഒരു ടിപ്സ് പറഞ്ഞു തന്നീനല്ലോ അല്ലേ. ചട്ടി നല്ല എന്താ പറയുക, നോൺ സ്റ്റിക്കിൻ്റെ അതേപോലെ തിളങ്ങി നിൽക്കട്ടെ എപ്പോഴും. അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടൂല, നിലത്തിട്ടാൽ പൊട്ടും, ചട്ടിയല്ല സാധനം. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി മുട്ടി ആകുമ്പോഴത്തേനൊന്നും നമ്മളെ ചട്ടി പൊട്ടൂല കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ പറഞ്ഞു തന്നീന് നമ്മൾ എണ്ണ തേക്കാൻ നല്ലോണം ചട്ടിയൊക്കെ കഴുകി ഉണങ്ങി കഴിഞ്ഞ ശേഷം എണ്ണ തേക്കുക. ഒന്ന് കുറച്ചൊരു കോട്ടൻ്റെ തുണിയിൽ എണ്ണ തേച്ച് വെച്ചാൽ നമ്മളെ ചട്ടി നല്ല ഉഷാറായിട്ട് എപ്പോഴും ഒരു പൂപ്പൊന്നും പിടിക്കില്ല കേട്ടോ. ചില ചട്ടി നമ്മൾ ഉപയോഗിക്കാതെ വെച്ച പൂപ്പൊക്കെ പിടിക്കില്ലല്ലേ. അപ്പോൾ നമ്മളെ ചെമ്മീൻ കറി എന്നും വെക്കുന്ന പോലത്തെ ചെമ്മീൻ കറി തന്നെ കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അല്ലെങ്കിൽ മാങ്ങ, മുരിങ്ങക്കായ്, ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ, ചേനയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും ചെമ്മീൻ. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഒരു സ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 2 സ്പൂണ് മുളകും പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഉപ്പും ഇട്ടുകാണ്ട് നല്ലോണം അങ്ങോട്ട് കലക്കി അവിടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് പൂളൊക്കെ ഒന്ന് തൊലിക്കണം, അത് വേവിക്കണം. അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മളിതാ പുതിയ കത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു കത്തി കൊണ്ട് ഉപയോഗിക്കൽ ഇറച്ചിയൊക്കെ വെട്ടുന്ന കത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂളൊക്കെ വെട്ടാണ്, എന്ത് വെട്ടിയാലും മുറിഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു പുതിയ കത്തി. അതാണിപ്പോൾ നമ്മളെ കൈപ്പിടിയൊക്കെ പോയത്. അപ്പോൾ ഇതിന് പൂള തൊലിക്കാൻ വലിയ സുഖമൊന്നുമില്ല കേട്ടോ, ഭയങ്കര കനായതുകൊണ്ട് പേടിയാകെ കൈമലറ്റ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആ കത്തി കൊണ്ട് തന്നെ നമ്മൾ തൊലിച്ച് പിന്നെ നമ്മൾ ചെറുതാക്കി മുറിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഒരു വീഡിയോസ് ഇട്ടീനല്ലേ, ഒരു മോള് മരിച്ചിട്ട് കറുത്തിട്ടാണ് വെളുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോള് മരിച്ചീനല്ലേ. ഞാൻ പറയാം ആ മോള് ചെയ്തത് എത്ര മണ്ടത്തരാണ്. പിന്നെ പറയാൻ പറ്റില്ല, ആ നിമിഷം നമ്മൾ ബുദ്ധി പോയാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളെ ബോധത്തോടെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യൂല. അപ്പം പഠിച്ചവന് ആ സമയം എന്തോ അവർക്ക് മനസ്സെന്നെ താളം തെറ്റിപ്പോയതാവും. പക്ഷേ കഴിയുന്നതും നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലെ ഇനി കുറേ കുട്ടികൾ കല്യാണം കഴിക്കാനുണ്ട്, കഴിച്ചവരുണ്ട്. കുറേ ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന മക്കളുണ്ടാവും. അവരോടൊക്കെ പറയാണ്, നിങ്ങൾ മരിച്ചാലിപ്പം അവർക്കൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമവും ഒന്നും ഉണ്ടാവില്ല. പോയത് നിങ്ങളെ മക്കളുള്ളവർക്ക് മക്കൾക്കും നിങ്ങളെ ഉമ്മാർക്കും വാപ്പാർക്കുമാണ്. പിന്നെ നമ്മളെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ മരിക്കാൻ തന്നെ പാടില്ല. നമുക്ക് ദൈവം തന്ന ജീവൻ ദൈവം തന്നെ എടുക്കണം എന്നാണ് അല്ലേ, അങ്ങനെയല്ലേ പറയൽ. അപ്പം നമ്മൾ സ്വയം ഒന്നും ചെയ്യരുത്, ഒക്കെ വിഡ്ഢിത്താണ്. നമ്മളെ ജീവൻ നമ്മൾ തന്നെ പോക്കുന്നത് വെറും വിഡ്ഢിത്താണ്. അങ്ങനെ ഇതാ നമ്മളെ ഇന്നത്തെ മീൻകറി ആയിട്ടുണ്ട്. പൂളൊക്കെ അത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സോയാബീൻ പൊരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ നമുക്കൊരു ഫോണ് വന്നിട്ടോ. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫോൺ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തില്ല കേട്ടോ, ഞാൻ വീഡിയോ എടുക്കല്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചോളാം വിചാരിച്ചു. വീണ്ടും ഞാൻ എടുത്തില്ല കേട്ടോ. മൂന്നാമത് വിളിച്ചപ്പോൾ ഞാൻ പഠിച്ചോനെ എന്താണ് ഇത് ഇങ്ങനെ വിളിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ സംഭവം ഒന്നുമില്ല. കഥ പറയാൻ വിളിച്ചതാണ് കേട്ടോ. നമ്മൾ ഓരോ തിരക്കിൻ്റെ ഇടയിലാണ് ഇപ്പോൾ കഥ പറയാം. അവർക്കറിയില്ല കേട്ടോ നമ്മൾ തിരക്കിലാണെന്നൊന്നും. പക്ഷേ
നമ്മളൊരാളെ ഫോൺ വിളിച്ചാൽ ഓരെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ അർജൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വിളിക്കരുത്. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഓര് വിളിക്കും, നമ്മളെന്തിനാ വിളിച്ച് എന്ന് വിചാരിച്ചുകൊണ്ട് ഓര് വിളിക്കും. ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആരെയും മരണോ എന്തെങ്കിലും അപകടമോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ അടുപ്പിച്ചങ്ങോട്ട് വിളിക്കുക. ഇത് വിളിച്ച് കഴിയുമ്പോൾ കൂടെ വെറുതെ ഒരു ആവശ്യമില്ലാതെ വിളിക്കരുത്. നമ്മൾ ഒരു വട്ടം വിളിച്ചാൽ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ തിരിച്ച് വിളിക്കും, എന്തിനാണേക്കും വിളിച്ചത്, അവരെന്തെങ്കിലും അത്യാവശ്യം കാര്യത്തിന് പോയതോ എന്തെങ്കിലും പണിയിലോ ഒക്കെ ആവും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ.